റാഫി മദരിയുടെ PDC അത്ര ചെറിയ ഡിഗ്രിയല്ല എന്ന സിനിമ ഇന്ന് തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് +1 +2 പഠിക്കുന്ന പല കുട്ടികൾക്കും പണ്ടത്തെ പ്രീ ഡിഗ്രി കാലഘട്ടം എങ്ങനെയായിരിക്കണമെന്ന് അറിയണമെന്നില്ല. സിനിമ കണ്ടവർക്കെല്ലാം പഴയ പ്രീ ഡിഗ്രി കാലഘട്ടത്തിലേക്ക് പോകാനായോ? നമുക്ക് പ്രേക്ഷക പ്രതികരണങ്ങളിലേക്ക് പോകാം. നമ്മളെല്ലാവരും എൻജോയ് ചെയ്തു. ആക്ച്വലി ഒരു 45 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് നമ്മുടെ പഴയ സ്മരണയിലോട്ട് പ്രീ ഡിഗ്രി കാലഘട്ടത്തിലോട്ട് പോകാൻ വളരെ വളരെ നന്നായിരുന്നു. സൂപ്പർ, വളരെ നന്നായി. കണ്ടിരിക്കാൻ നല്ലൊരു നന്നായിട്ടുണ്ട്. പഴയ പ്രീ ഡിഗ്രി കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു സിനിമ നന്നായിട്ടുണ്ട്. സൂപ്പർ, എല്ലാവരും കാണാം. അടിപൊളി അടിപൊളി. നമുക്ക് സന്തോഷത്തോടെ നല്ല സന്തോഷം, എല്ലാ ഭയങ്കര സന്തോഷത്തിൽ വരാം. ഫുള്ളി സാറ്റിസ്ഫൈഡ്. സിനിമ കൊള്ളായിരുന്നു, നല്ലതായിരുന്നു. അടിപൊളിയാണ്. പഠിച്ച കാലഘട്ടത്തിന്റെ എല്ലാം കൊള്ളാമായിരുന്നു. ഇതുപോലെ ആക്ടേഴ്സിന്റെ അഭിനയം എങ്ങനെയുണ്ട്? ആക്ടേഴ്സ് എല്ലാം നല്ലതായിരുന്നു. നമ്മളെ കൂടെ പഠിച്ചവരെല്ലാം അഭിനയിച്ച് അവർ നല്ലവണ്ണം അഭിനയിച്ചിട്ടുണ്ട്. നല്ല അങ്ങനെ പുതുതായിട്ട് അഭിനയിച്ചതാണെന്ന് നമുക്ക് തോന്നുന്നില്ല. നേരത്തെ ആയിട്ട് നമ്മളെ കൂടെ പഠിച്ചവരൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പുതിയ കുട്ടികൾ നല്ലവണ്ണം അഭിനയിച്ചിട്ടുണ്ട്. അതിൽ പുതുമുഖങ്ങളുണ്ട്, കുറച്ച് നേരത്തെയൊക്കെ അഭിനയിച്ചവരുണ്ട്. നല്ല സൂപ്പർ അഭിനയമായിരുന്നു. കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. എല്ലാവരും സിനിമ കാണാം. ഈ കാലത്ത് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒക്കെ ഒരു പ്രാധാന്യം കാണിക്കുന്ന നല്ലൊരു ഫിലിമാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ. അഭിനയിച്ച ആളാണ് ഞാൻ. അതിൽ ഹെഡ് കോൺസ്റ്റബിൾ വിക്രമൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് അത്യാവശ്യം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു സിനിമയാണ്. പിന്നെ അതിൽ ഡയറക്ടർ പ്രീ ഡിഗ്രി ഇപ്പോഴത്തെ +2 അല്ല, അതിന് മുമ്പുള്ള പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ പുള്ളിയുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളാണ് പുള്ളി ഇതിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന അദ്ദേഹമാണ്. നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ ഒരു 90s കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. അതും പിന്നെ ആഫ്റ്റർ ആയിട്ടുള്ള കാലം, രണ്ട് കാലഘട്ടം ഒരുമിച്ച് പറയുന്ന ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും കണ്ടുകൊണ്ടിരിക്കാം. സിനിമ സൂപ്പർ, അടിപൊളിയാണ്. എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. ഏറ്റവും നല്ല സിനിമ ഏതാണ്? PDC ആണ്. ഏറ്റവും നന്നായിട്ടുണ്ട്. നല്ലൊരു ഫാമിലി ഓറിയൻറ്റഡ് ചിത്രം. പിന്നെ കുട്ടികൾക്ക് യങ് സ്റ്റേജിലുള്ള ഇപ്പോഴത്തെ ആൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോറി ഏതെല്ലാം ഭംഗിയായിട്ടുണ്ട്, നന്നായിട്ടുണ്ട് കേട്ടോ. തീർച്ചയായും കോമഡി ഉണ്ട്, റിലേറ്റ് ചെയ്യാൻ പറ്റും. നന്നായിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. സിനിമ എങ്ങനെയുണ്ട്? നന്നായിരുന്നു സിനിമ. ഒരു 40 വർഷം മുമ്പ് കോളേജിൽ പഠിച്ചൊരു സുഖം അത് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പ്രത്യേകിച്ച് പണ്ടത്തെ SLC, പണ്ടത്തെ ഗുരുശിഷ്യ ബന്ധം എന്ന് പറഞ്ഞാൽ ഹൈസ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും ഒരിക്കലും സ്കൂളിൽ ഒരു ബഹളം ഉണ്ടാക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് കോളേജിലെത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാതന്ത്ര്യം അത് വളരെ ഭംഗിയായി റാഫി ഇതിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും ആ പഴയ ഒരു 40 വർഷം മുമ്പ് ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞു എന്നത് ഈ സിനിമയെ സംബന്ധിച്ച് വളരെ ഇതാണ്. നല്ല ഭംഗിയായി ചിത്രീകരിച്ചിട്ടുണ്ട്. സിനിമ നന്നായി, നല്ല മൂവിയാണ്. അതായത് സിനിമ ഡയറക്ടറുടെ ആണെന്ന് അടിവരയിട്ട് നിർമ്മിച്ച ഒരു സിനിമയാണ്. ഡയറക്ഷൻ സാറിൻ്റെ പെർഫോമൻസ് കൊള്ളാം, സ്ക്രിപ്റ്റ് കൊള്ളാം. പിന്നെ ഇക്കാലത്ത് കുട്ടികൾക്ക് വേണ്ടി പല എലിമെൻസൊക്കെ ഉണ്ട്. അതൊക്കെ നന്നായിരുന്നു. നമുക്ക് സന്തോഷമായിട്ട് കണ്ടിറങ്ങാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. സന്തോഷമായിട്ട് ഞാനതിലൊരു പാർട്ടാണ്. ഞാനൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, സിനിമ കണ്ടപ്പം ഉള്ള സന്തോഷം നല്ലതായിരുന്നു. നല്ല മൂവി തന്നെയാണ്. നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയ സന്തോഷമുണ്ട്. ഇത്രയും വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ ബിനു പപ്പു, അതുപോലെ തന്നെ ജോണി ആൻ്റണി സാർ, അവരുടെ കൂടെയൊക്കെ ഒരു കോമ്പിനേഷൻ സീൻസ് കിട്ടിയതിൻ്റെ സന്തോഷമുണ്ട്. എല്ലാവരും പടം കാണുക, വിജയിപ്പിക്കുക. ഒരു ഫാമിലിയായിട്ട് കണ്ടിരിക്കാൻ പറ്റിയൊരു പടം. ഞാനതിൽ ഒരു ഫോറസ്റ്റ് ഓഫീസർ ചെയ്തിട്ടുണ്ട്, അജിത്ത്. അത് 2 തലമുറകളെ തമ്മിൽ ബന്ധം. ഇപ്പോൾ ഈ PDC എന്ന് പറയുന്നത് അന്യം നിന്നൊരു സാധനമാണ്. അപ്പോൾ പുതിയ തലമുറയ്ക്ക് പഴയ PDCയുടെ ഒരു ചരിത്രം എന്താണെന്ന് ശരിക്കും റിവീൽ ചെയ്തിട്ടുണ്ട് ഈ പടത്തിലൂടെ. ശരിക്കും ഫാമിലി എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു പടമാണ്. ഇതൊരു ബയോഫിക്ഷനാണ്. അപ്പം അന്ന് PDCക്ക് പഠിച്ചിരുന്ന ഒരു കൂട്ടം കൂട്ടുകാരുടെ അനുഭവങ്ങളാണ് ഈ സിനിമ. തീർച്ചയായിട്ടും അത് നന്നായിട്ട് തന്നെ പോകും. കണ്ടിട്ട് നല്ല സന്തോഷമായിട്ട് തീർച്ചയായിട്ടും നന്നായിട്ട് തന്നെ പോയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അത് പ്രീ ഡിഗ്രി കാലഘട്ടത്തിലെ ഒരു കഥ പറയുന്ന ഒരു സിനിമയാണ്. അതായത് പഴയ ഗ്രൂപ്പിലെ ആൾക്കാർ ഇപ്പോൾ ഒത്തുകൂടുകയും വാട്സപ്പിലൂടെ ഒത്തുകൂടുകയും പിന്നെ അവർക്കിടയിൽ നടക്കുന്ന ഒരു ചെറിയൊരു സംഭവം ആണ് രസകരമായിട്ട് എടുത്തിരിക്കുന്നത്. സന്തോഷമായിട്ട് തന്നെ കണ്ട് തിരിച്ചിറങ്ങാൻ പറ്റും. സന്തോഷമായിട്ട് അങ്ങനെ ഒരു മൂവിയാണ്. അതും പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വന്നു. നല്ല അടിപൊളിയായിട്ട് പോയി, നന്നായിരുന്നു. എല്ലാം കൊള്ളായിരുന്നു, നന്നായിട്ടിരുന്നു, നന്നായിട്ട് ചെയ്തു. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ്. നമുക്ക് എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റുന്ന കൂടെ പഠിച്ചതാണ്. ഞങ്ങളതിൽ ചെറിയ റോള് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് അതിലെല്ലാം ഭയങ്കര സന്തോഷം. ആദ്യമായിട്ട് ഞങ്ങൾക്കൊരു മൂവി, ഞങ്ങളുടേതായ ഒരു മൂവി
പിന്നെ അതിൽ ഞങ്ങൾക്ക് ചെറിയ എടുത്തുകൊണ്ടാണ് ഈ സിനിമ ഉണ്ടാക്കിയത് എല്ലാവിധ ഭാവുകങ്ങളും. അപ്പോൾ അതിലൊക്കെ ഞങ്ങൾ അഭിനയിക്കാനും ഒരു ചെറിയ റോളെങ്കിലും ഞങ്ങൾക്ക് അഭിനയിക്കാനും അത് കാണാനും ഒക്കെ പറ്റിയതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ഞാനൊരു പഞ്ചായത്ത് മെമ്പറുടെ ഒരു ചെറിയ റോളേ ഉള്ളൂ, എങ്കിലും നമുക്ക് ബാക്കി എല്ലാ കൂട്ടുകാരും ഉണ്ടല്ലോ അതിൽ. അപ്പോൾ അതെല്ലാവരും അതിനകത്തുള്ളതും എല്ലാം നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എങ്ങനെയാണ് ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അത് എങ്ങനെയാണ് യൂസ്ഫുൾ ആയിട്ടുള്ളത്? നല്ല സൂപ്പർ പടമായിരുന്നു, ഇഷ്ടപ്പെട്ടു. Good moments. It's a great pleasure of movie. Coming back, no year. എങ്ങനെയാണ്? നല്ല മൂവിയാണ്. ആക്ടേഴ്സിന്റെ അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? നല്ല അഭിനയം, നല്ല കാണാം. നമുക്ക് സന്തോഷത്തോടെ കണ്ടിറങ്ങി വരാം. യാതൊരു മുഷിപ്പുമില്ല, നല്ലോണം കണ്ടിറങ്ങി. കാട്ടുപന്നി വിഷയമായിട്ടൊക്കെ ബന്ധപ്പെട്ട സിനിമയാണ്, എല്ലാവരും കാണണം. സിനിമ വളരെ മനോഹരമായിരുന്നു. കാരണം ഒരു പഴയൊരു കാലഘട്ടം, ഒരു 25-30 വർഷത്തിന് മുമ്പുള്ളൊരു കാലഘട്ടവും ഈ ഒരു കാലഘട്ടവും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് വളരെ മനോഹരമായിട്ട് അത് അവതരിപ്പിക്കും. ഒപ്പം നമ്മുടെ ഇന്നത്തെ എന്താ പറയുക, ഈ പന്നിയുടെ പ്രശ്നങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെ കൂടി അതിൽ കൂട്ടിയിണക്കിയത് വളരെ സന്തോഷം. ഞാനും ആ PDC ആ പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ എൻ്റെ സുഹൃത്തുക്കളാണ് ഇതെല്ലാവരും. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. അതിൽ അഭിനയിച്ചവരൊക്കെ നിരവധി പേര് എൻ്റെ സുഹൃത്തുക്കളാണ്. നിലവിൽ NSS കോളേജിലെ വിദ്യാർത്ഥികളായിരുന്നു എല്ലാവരും. പിന്നെ അപ്പോൾ ഇതിൻ്റെയൊക്കെ വളരെ മനോഹരമായിരുന്നു. വളരെ നല്ല സിനിമ, വളരെ നല്ലൊരു മൂവിയായിരുന്നു. ഞങ്ങളെല്ലാവരും പ്രീ ഡിഗ്രി പഠിച്ച കൂട്ടുകാരാണ്. ഞങ്ങളെല്ലാം ഞങ്ങളുടെ പഴയ കാലത്തിലേക്ക് തിരിച്ചുപോയി. ഒരുപാട് നൊസ്റ്റാൾജിക് അനുഭവങ്ങൾ ഞങ്ങൾ ഓർത്തെടുത്തു. വളരെ നല്ലൊരു സിനിമയും വളരെ നല്ലൊരു അനുഭവമായിരുന്നു. PDC ആണ് വേണ്ടത്. PDC അടിപൊളി പടമാണ്, എല്ലാവരും പോയി കാണണം. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ യങ് ജനറേഷൻ ഇപ്പോൾ കാണേണ്ട ഒരു പടമാണ്. അതുകൊണ്ട് അടിപൊളിയാണ്, എല്ലായിടത്തും പറയണം കാണാൻ. പ്ലസ് ടു അല്ല പ്രീ ഡിഗ്രി എന്ന് ഇത് കാണുമ്പോൾ മനസ്സിലാവും. കാരണം ഇപ്പോഴത്തെ പ്ലസ് ടുവിനും ഈ പ്രീ ഡിഗ്രിക്കും വലിയ അന്തരമുണ്ട്. നമ്മൾ സർവ്വസ്വാതന്ത്ര്യമായിട്ട് ഇങ്ങനെ ഓടി നടന്ന് കളിച്ച ആ പ്ലസ് ടു കാലത്ത് തന്നെയാണ് നമ്മൾ ഇപ്പോൾ കണ്ടാലും നമുക്ക് 10-50 വയസ്സ് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കാണുമ്പോൾ നമ്മൾ അത്രയും ആ പണ്ടത്തെ എടാപോടാ ബന്ധുവാണ് എല്ലാവരുമായിട്ടും. അപ്പോൾ ആ ഒരു കാലം എന്ന് വെച്ചാൽ ഓർമ്മിക്കുകയും അതിൽ ഈ രംഗങ്ങൾ, അതായത് സത്യം പറഞ്ഞാൽ ആ കുഞ്ഞു കുഞ്ഞു പ്രേമവും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോൾ നമ്മളങ്ങ് പിറകിലേക്ക് പോയി. അതിനകത്ത് അതാണ് അനിയല്ലസ് എന്നുള്ള ഒരു കഥാപാത്രം എന്നെ അതിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഞാനൊരു വേഷവും ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ ഈ ഒരു അവസരം തന്ന നമ്മുടെ ഡയറക്ടർക്ക് 1000 നന്ദി. എല്ലാവരും പോയി കാണണം, സൂപ്പർ സിനിമ. ഇപ്പോഴത്തെ എല്ലാവർക്കും, അമ്മമാർക്കും കുട്ടികൾക്കും എല്ലാ രീതിക്കും എല്ലാവർക്കും കാണാം. കാരണം എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സിനിമ. അതിൽ ആരെയും മാറ്റിയത്, ഒരു കുടുംബത്തിൽ 4 പേരുണ്ടെങ്കിൽ 4 പേർക്കും കാണാൻ പറ്റുന്ന റോളുകളെല്ലാം ഉണ്ട്. അതുകൊണ്ട് അടിപൊളി സിനിമ, സൂപ്പർ സിനിമ, എല്ലാവരും കാണണം.